എല്ലാവർക്കും നമസ്കാരം. ആങ്ഷോ ആസ്ഥാനമായിട്ടുള്ള AI ഗവേഷണ ലാബായ DeepSeek അവരുടെ ഏറ്റവും പുതിയ പതിപ്പായ R1 പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്ത്യ ഈ മേഖലയിൽ എവിടെയാണ്? ഇന്ത്യക്ക് ഇതേപോലെ ഒരു ആപ്പ് നിർമ്മിക്കാൻ കഴിയും? തീർച്ചയായും ഇന്ത്യക്ക് ഇതേപോലെ ഒരു ആപ്പ് നിർമ്മിക്കാൻ കഴിയും. പക്ഷേ അതിൽ ധാരാളം വെല്ലുവിളികളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഡ്വാൻസ് ഡാറ്റ അനലിറ്റിക്സ്, AI അൽഗോരിതം, ഹാർഡ്വെയർ ആക്സിലറേഷൻ, മെഷീൻ ലേണിംഗ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് തുടങ്ങിയ മേഖലയിലൊക്കെ ഇന്ത്യ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ട് താഴെയാണ്. എന്നാൽ DeepSeek പോലെ അല്ലെങ്കിൽ ChatGPT പോലെ ഒരു ആപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരല്പം പിന്നിലാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. നമ്പർ 1 പ്രശ്നം ഫണ്ടിങ് ആണ്. ഇത്തരം ഒരു ആപ്പ് നിർമ്മിക്കുന്നതിന് ധാരാളം ഫണ്ടിങ് വേണം. എന്ന് വെച്ചാൽ AI ഗവേഷണത്തിനും അത് വികസിപ്പിക്കുന്നതിനും ഒക്കെ ധാരാളം ഫണ്ട് വേണം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ GDPയുടെ ഏകദേശം ഒരു 0.7% മാത്രമാണ് ഈ ഒരു മേഖലയ്ക്കായി മാറ്റിവെക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്തിന് ധാരാളം ഫണ്ടൊന്നും ഈ മേഖലയ്ക്ക് ഒഴുക്കാൻ കഴിയില്ല. അപ്പോൾ എങ്കിൽ പോലും ഇന്ത്യ പരമാവധി ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ബജറ്റിൽ പോലും 500 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. 500 കോടി രൂപ ചെലവിൽ ഇന്ത്യ വികസനത്തിനും അതിൻ്റെ എഡ്യൂക്കേഷനും ഒക്കെയായി തുക മാറ്റിവെച്ചിട്ടുണ്ട്. 100 കോടി രൂപ ചെലവിൽ 5 സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുമെന്നും ബജറ്റിനിടയിൽ നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി. കേരള ബജറ്റിലും സമാനമായിട്ട് ഇതിനായി തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ AI മിഷൻ്റെ ഭാഗമായിട്ട് ChatGPTക്കും DeepSeekനും ഒക്കെ ബദലായിട്ട് ഇന്ത്യ സ്വന്തമായി ഒരു AI ടൂൾ ഉണ്ടാക്കുമെന്നാണ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുള്ളത്. ഒരു 10 മാസം കൂടി എടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ 10 മാസം എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പാണ്. കാരണം ഓരോ ദിവസവും ടെക്നോളജി വളരുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ എലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള XAI അവരുടെ ഏറ്റവും പുതിയ പതിപ്പായ Grok 3 പുറത്തിറക്കിയിരിക്കുന്നു. വെറും 8 മാസം കൊണ്ടാണ് അവരിത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്, Grok 3. അപ്പം നമ്മൾ ഇനി ഒരു 10 മാസം കൊണ്ട് ChatGPTക്ക് ബദലായി ഒരെണ്ണം ഇറക്കുമെന്ന് പറയുമ്പോൾ ടെക്നോളജി ഏത് രീതിയിൽ മാറുമെന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ ChatGPTക്കും അല്ലെങ്കിൽ DeepSeekനൊക്കെ ബദലായി മികച്ച ഒരു ആപ്പ് ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 10 മാസം കൊണ്ടല്ല ഇതുണ്ടാക്കുന്നത്, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇതിൻ്റെ പുറകിലാണ്. ഇനി ഒരു 10 മാസം കൂടി എടുത്തിട്ടാണേലും ഇന്ത്യ മികച്ച ഒരു ആപ്പ് നിർമ്മിക്കും. പക്ഷേ ഇന്ത്യക്ക് ധാരാളം വെല്ലുവിളികൾ ഈ മേഖലയിലുണ്ട്. ഇപ്പം മറ്റ് അമേരിക്കക്കാരോ അല്ലെങ്കിൽ ചൈനക്കാരോ ഉണ്ടാക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇപ്പോൾ Grok 3 അവർ 8 മാസം കൊണ്ട് ഇറക്കിയെന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കിന് ധാരാളം ഫണ്ടിങ് ഉണ്ട് ഈ മേഖലയിൽ ചിലവഴിക്കാൻ. ഇന്ത്യക്ക് അതേപോലെ ഫണ്ടിങ് ഇല്ല. ഫണ്ടിങ്ങിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇപ്പോൾ ഇന്ത്യയുടെ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി ഒരു പ്രശ്നമാണ്. കാരണം ഈ മിഷൻ ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഡേറ്റ വേണ്ടി വരും, ധാരാളം ഡേറ്റ. അപ്പോൾ ഈ ഇന്ത്യയുടെ ഡേറ്റകളെല്ലാം പല ലാംഗ്വേജിലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നിർമ്മിക്കുന്ന AI ടൂളിന് ബഹുഭാഷാ പരിശീലനം ആവശ്യമായിട്ട് വരും. എല്ലാ ഭാഷയിൽ നിന്നുള്ള AI ട്രെയിനർമാർ ഇതിനായി ആവശ്യമായിട്ട് വരും. മറ്റു പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. കാരണം AI ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ ടെക്സ്റ്റ് പല ഇന്ത്യൻ ഭാഷകളിലുമില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്താൽ ഇത് പ്രോസസ്സ് ചെയ്യാനും യൂസേഴ്സിന് വിവരങ്ങൾ കൈമാറാനും സൂക്ഷിച്ചു വെക്കാനും ഒക്കെ മികച്ച ഡേറ്റാ സെൻറ്ററുകളും വേണം. ഇന്ത്യക്ക് ഏകദേശം ഡേറ്റാ സെൻറ്ററുകളൊക്കെ മികച്ചതുണ്ട്. അപ്പോൾ അംബാനി പോലും ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ ഗുജറാത്തിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. 3 ജിഗാവാട്ട് ശേഷി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അംബാനി ഇങ്ങനത്തെ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഇന്ത്യ ചിലപ്പോൾ ഈ ഒരു മേഖലയിൽ ഭാവിയിൽ വളരെ മുന്നിലെത്താൻ സാധ്യതയുണ്ട്. ഇപ്പം അമേരിക്കൻ കമ്പനിയായിട്ടുള്ള NVIDIA സെമി കണ്ടക്ടർ മേടിക്കാൻ അംബാനി ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇന്ത്യയിലെ IT ഫിർമമാരെന്ന് വിളിക്കുന്ന TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മികച്ച AI ടൂൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസും റിസോഴ്സും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് IT സർവീസും കൺസൾട്ടിങ്ങും പോലുള്ള മേഖലകളാണ്. കാരണം പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്നൊരു മേഖല അതാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ അങ്ങോട്ട് ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധ നോക്കുന്നത്. ഇപ്പോൾ OpenAIയും ഗൂഗിളും മെറ്റയും ഒക്കെ ലക്ഷക്കണക്കിന് ഡോളർ ഈ ഒരു മേഖലയ്ക്ക് ചിലവാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ IT ഫിർമമാരെന്ന് വിളിക്കുന്ന ഇവർ കൂടുതലും പ്രോഫിറ്റ് ഡ്രിവൺ മേഖലയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇന്ത്യയിൽ ഇത്തരം ആപ്പുകൾ ജനിക്കാത്തതിനൊരു കാരണമാണ്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ IT ഫിർമമാരെന്ന് വിളിക്കുന്ന ഈ പ്രൈവറ്റ് IT കമ്പനികൾ AI ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നൊക്കെ ഉണ്ട്. AI പവേർഡ് ചാറ്റ് ബോട്ടുകളും അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ AI ഓട്ടോമേഷനും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും സൈബർ സെക്യൂരിറ്റിയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ, ബിസിനസ്, സർവീസ് സെക്ടർ, മാനുഫാക്ചറിങ്, ഫിനാൻസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, മീഡിയ, ഗവൺമെൻറ് അങ്ങനെ എല്ലാ സമസ്ത മേഖലയിലും ഒരു തുറുപ്പ് ചീട്ടാകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരം AI ടൂളുകൾ.
അപ്പം നമ്മുടെ നാട്ടിലെ IT കമ്പനികളും ഇത്തരം ഒരു മേഖലയിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. പെട്ടെന്ന് ലാഭം കിട്ടത്തില്ലെന്ന് കരുതിയായിരിക്കാം ചിലപ്പോൾ അവർ ആ ഒരു മേഖലയിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ ചെലുത്താത്തത്. നമ്മൾ നോക്കുവാണെങ്കിൽ ChatGPT തുടങ്ങി 5 ദിവസം കൊണ്ടാണ് 10 ലക്ഷം ഉപഭോക്താക്കളെ അവർക്ക് കിട്ടിയത്. നെറ്റ്ഫ്ലിക്സിന് ഈ ഒരു ആൾക്കാരെ കിട്ടാൻ ഒരു 3.5 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. ട്വിറ്ററിന് 2 വർഷം, ഫേസ്ബുക്കിന് 10 മാസം, ഇൻസ്റ്റഗ്രാമിൽ പോലും 2.5 മാസം എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ആപ്പുകൾ ഒരു കൺസ്യൂമർ ആപ്പ് തന്നെയാണ്, വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ IT കമ്പനികൾ ഇത്തരം മേഖലയിലേക്ക് ഉറപ്പായും ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ നാട്ടിലെ IT കമ്പനികൾ AI ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, ധാരാളം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം ഗെയിം ചേഞ്ചർ ആകാൻ കഴിയുന്ന AI മോഡൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയണം. ലാർജ് ലാംഗ്വേജ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ള ആപ്പുകൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കണം. ജനറേറ്റീവ് AI മോഡൽ വികസിപ്പിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ധാരാളം സ്റ്റാർട്ടപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 200-ലധികം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒലയുടെ സ്ഥാപകൻ്റെ കൃത്യം അല്ലെങ്കിൽ സർവോ AI പോലുള്ള ധാരാളം ആപ്പുകൾ. പക്ഷേ ഇതൊന്നും നമ്മുടെ ChatGPTക്ക് അല്ലെങ്കിൽ DeepSeekനൊന്നും ബദലായി വെക്കാൻ കഴിയില്ല. കാരണം അവർ ധാരാളം വെല്ലുവിളികൾ ഈ മേഖലയിൽ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഏകദേശം ഒരു 19,000 GPUകൾ ശേഖരിക്കുകയും ഇവർക്ക് ഉപയോഗിക്കാനായി അത് കൊടുക്കുകയും ചെയ്യുന്നത്. മണിക്കൂറിന് 150 രൂപ ചിലവിൽ ഈ കമ്പനികൾക്ക് ഇത് ഉപയോഗിക്കാം. കാരണം ഇത്തരം ഹാർഡ്വെയർ ശേഷി കൈവരിക്കുക സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് എളുപ്പമല്ല. അപ്പം ഗവൺമെൻറ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ സ്റ്റാർട്ടപ്പുകളൊന്നും അത്ര മികച്ചതായി ഉയർന്നു വരുന്നില്ല. ഇന്ത്യയിൽ AI വികസിക്കാത്തതിൻ്റെ മറ്റൊരു കാരണമാണ് കാലഹരണപ്പെട്ട എഡ്യൂക്കേഷൻ സിസ്റ്റം. മിക്ക ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളും അപ്ഡേറ്റ് ചെയ്ത AI കോഴ്സുകൾ കൊണ്ടുവരുന്നില്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ. പക്ഷേ അടുത്തൊരു ദശാബ്ദത്തിൽ ലോകം അടക്കി വാഴാൻ സാധ്യതയുള്ള AI വളരെ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, സ്കൂൾ തലത്തിലെ ഇത്തരം പാഠ്യപദ്ധതികൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ AI കാര്യത്തിൽ ഇന്ത്യ വളരെയധികം മുന്നേറുകയുള്ളൂ. ഇപ്പോൾ IITയിലൊക്കെ പോയി ഇത്തരം കോഴ്സുകൾ പഠിച്ചവരുടെ ഒരു അവസ്ഥ എന്താണ്? അവർ മറ്റു രാജ്യത്തേക്ക് ചേക്കേറുകയാണ്. കാരണം ഇന്ത്യയിൽ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അവർ US-ലും ചൈനയിലും UK-ലും ഒക്കെ പോവുകയാണ്. അപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ AI വികസിക്കുന്നില്ല. മികച്ച വിദഗ്ധർ ഇന്ത്യയിലുണ്ടെങ്കിലും അവരെല്ലാം വേറെ രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ അത്ര ഇൻഫ്രാസ്ട്രക്ചർ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പം മൈക്രോസോഫ്റ്റും OpenAIയും ചേർന്ന് $10,000 കോടി സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എത്ര കമ്പനികൾക്ക് ഇതിന് കഴിയും? അത്തരം പ്രായോഗികമായ പ്രശ്നങ്ങളും ധാരാളമായി നിലനിൽക്കുന്നു. വളരെ ചിലവേറിയ ഒരു കാര്യമാണ് AI സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുക എന്നുള്ളത്. സൂപ്പർ കമ്പ്യൂട്ടർ മാത്രമല്ല, AI ചിപ്പുകളുടെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല, അതും വളരെ വലിയ വിലയാണ്. ഇപ്പം നമ്മുടെ അംബാനി ഏറ്റവും പുതിയതായി നിർമ്മിക്കുന്ന അവരുടെ ഡാറ്റാ സെൻറ്ററിലേക്ക് ഉപയോഗിക്കാനുള്ള ചിപ്പിന് വളരെയധികം വിലയാണ്. അംബാനിയുടെ പുതിയ ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കാൻ പോകുന്ന NVIDIAയുടെ ബ്ലാക്ക്ബെൽ B200 AI ചിപ്പുകൾക്ക് ഒരു യൂണിറ്റിന് $30,000 മുതൽ $40,000 വരെയാണ് വില. അപ്പോൾ ഇന്ത്യയിലെ എത്ര കമ്പനികൾക്കൊക്കെ ഇത് മേടിക്കാൻ കഴിയുമെന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ചിപ്പുകൾക്ക് ഉയർന്ന വിലയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ AI മിഷൻ്റെ ഭാഗമായിട്ട് ഇത്തരം സ്റ്റാർട്ടപ്പുകളെ ഗവൺമെൻറ് സഹായിക്കുന്നത്. ഭാവിയിൽ ഇത്തരം ചിപ്പുകൾക്കൊക്കെ വില കുറയുമായിരിക്കും. കാരണം ഇൻ്റലും കോൾക്കോം ഗൂഗിൾ ക്ലൗഡും സാംസങ്ങും ഒക്കെ ചേർന്ന് പുതിയ ചിപ്പുകൾ ഉണ്ടാക്കുന്ന പരീക്ഷണത്തിലാണ്. അത് വിജയിക്കുകയാണെങ്കിൽ നല്ല അവർ ഉറപ്പായും മികച്ച ചിപ്പ് ഉണ്ടാക്കും. NVIDIAയുടെ ആ ഒരു ആധിപത്യം മാറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഇതിനൊക്കെ വില കുറയും. ഇപ്പോൾ എന്തായാലും നിലവിൽ ഉയർന്ന വിലയാണ് ഇതിന്. ഇന്ത്യ പൂർണ്ണമായി ഇറക്കുമതി ചെയ്താണ് ചിപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് പല നിയന്ത്രണങ്ങളും ഉണ്ട്. ഇപ്പോൾ അമേരിക്ക രാജ്യങ്ങളെ കാറ്റഗറി 1, 2, 3 എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടയർ 1, ടയർ 2, ടയർ 3യിലുള്ള ആൾക്കാർക്ക് ചിപ്പ് ഇറക്കുമതി ചെയ്യുന്നതിൽ പല നിയന്ത്രണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ അതിനകത്ത് നിയന്ത്രണത്തിലുള്ള ഒരു കൺട്രിയാണ്. ടയർ 1 കാറ്റഗറിയിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുമാണ്. അവർക്ക് എത്രത്തോളം ചിപ്പുകൾ വേണമെങ്കിലും മേടിക്കാം. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വരുന്ന ടയർ 2ലാണ്. ഇന്ത്യയും സിംഗപ്പൂരും പോലുള്ള രാജ്യങ്ങൾക്ക് 50,000 GPUകൾ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ഗവൺമെൻറ് ഡീലാണെങ്കിൽ അതിൽ വ്യത്യാസം വരും, 1 ലക്ഷം വരെയൊക്കെ ഇറക്കുമതി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ടയർ 3 കാറ്റഗറിയിലാണെങ്കിൽ ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങളാണ്. അപ്പം നമുക്ക് GPUകളുടെ കാര്യത്തിൽ ഇത്തരം നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ സ്വന്തമായി ഇത്തരം GPUകൾ നിർമ്മിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചില കമ്പനികളൊക്കെ ഉണ്ട്. ടാറ്റയും CG പവറും ഫോക്കസും ഹിന്ദുസ്ഥാൻ സെമി കണ്ടക്ടറും ഉണ്ട്. പക്ഷേ ഇവരൊന്നും പ്രാദേശികമായി നൂതനമായ AI ചിപ്പുകൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ NVIDIAയുടെ അല്ലെങ്കിൽ AMDയുടെയൊക്കെ ചിപ്പുകളാണ് ഇറക്കുമതി ചെയ്യുന്നത്.
നമ്മുടെ റെയിൽവേയുടെ സുരക്ഷാ സംവിധാന കവചിൽ പോലും ഇത്തരം ചിപ്പുകൾ ആവശ്യമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ഇന്ത്യ AI മേഖലയിൽ ഉയർന്ന നിലവാരത്തിൽ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു 2030 ഇന്ത്യ ഒരു സെമി കണ്ടക്ടർ ഹബ്ബായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന H100S അല്ലെങ്കിൽ H200S പോലുള്ള ചിപ്പുകൾക്ക് പകരമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച AI ചിപ്പുകളായിരിക്കും ആ സമയത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ AI മിഷൻ്റെ ഭാഗമായിട്ട് 10,370 കോടി രൂപയോളമാണ് കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ AI സ്പെഷ്യലിസ്റ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യ രണ്ടാമതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തുക ചെലവാക്കുന്നത് പാഴാകില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ എന്തായാലും ഇന്ത്യ ഈ ഒരു മേഖലയിൽ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു ശക്തിയായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഗ്രോക്ക് 3 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും മികച്ച ഒരു ആപ്പ് ഇന്ത്യ സൃഷ്ടിക്കുമായിരിക്കും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അമേരിക്കയിൽ അതിനേക്കാൾ മികച്ച ആപ്പുകൾ വരും. അതിനേക്കാൾ മികച്ച രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായിരിക്കും നമ്മൾ നിർമ്മിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗെയിമുകൾ സൃഷ്ടിക്കാനും PhD ലെവലിൽ സയൻസിന് ഉത്തരങ്ങൾ നൽകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മികച്ച രീതിയിലുള്ള ഒരു ആപ്പ് നമ്മളും സൃഷ്ടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും നമസ്കാരം.